ഹലോ മക്കളെ, ഏവർക്കും എഡ്യൂസൈറ്റ് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ഒരു ചെറിയൊരു ഭാഗം പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ പാഠഭാഗത്തില്, അതായത് വെതർ ആൻഡ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നുള്ള ഭാഗത്തില് കുറച്ച് ഭാഗങ്ങൾ പരിചയപ്പെട്ടു അല്ലെ. ആ ഭാഗം പരിചയപ്പെടാത്ത ആൾക്കാർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ ഭാഗം പരിചയപ്പെട്ട് വന്നോളാം. കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് എഴുതുന്ന എല്ലാ പോയിന്റ്സും നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്ത് പോകും. ഓക്കെ, ഒരിക്കലും ഒരു പോയിന്റ് പോലും വിട്ടുപോകരുത്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്തിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, ഇതാ നോക്കിയോ, നമ്മൾ ഈ ഭാഗത്തിലൂടെ പരിചയപ്പെടുന്ന ഒന്നാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് ഒരു തെർമോമീറ്ററിന്റെ കാര്യാട്ടോ. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ തെർമോമീറ്ററിനെ കുറിച്ചിട്ട്? തെർമോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്തരീക്ഷ താപനില അളക്കുന്ന ഉപകരണമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ പിക്ചർ കാണാം, കണ്ടില്ലേ? അതാണ് തെർമോമീറ്ററിന്റെ പിക്ചർ. ഇത് തെർമോമീറ്ററിന്റെ പിക്ചറാന്ന് മനസ്സിലാക്കി വെക്കുക. തൊട്ടിപ്പുറമായിട്ട് മറ്റൊരു തെർമോമീറ്റർ കാണാമല്ലോ. ഓക്കെ, അതിന്റെ ഒരു ആകൃതി ഒന്ന് മനസ്സിലാക്കി വെച്ചോളണം. ഒരു യു ആകൃതിയിലാണ്. ഓക്കെ, പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന അതേ പിക്ചർ തന്നെയാണ്. ഇതവിടെ ഒരു യു ആകൃതിയിലും കാണാമല്ലോ. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ആ ഭാഗം ഉള്ളത്. ഓക്കെ, അതായത് യു ആകൃതിയുള്ള ഗ്യാസ് ട്യൂബ് കൊണ്ട് യോജിപ്പിച്ച് തയ്യാറാക്കുന്ന പ്രത്യേകതരം തെർമോമീറ്ററിന്റെ പേരാണെന്ത്? മാക്സിമം മിനിമം തെർമോമീറ്റർ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ? തെർമോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ എന്തിനു വേണ്ടിയിട്ട്? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ഓക്കെ, മാക്സിമം മിനിമം തെർമോമീറ്റർ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഓക്കെ, അത് ഉപയോഗിക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാല് അത് കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ടെമ്പറേച്ചർ, കൂടിയ താപനില കുറഞ്ഞ താപനില, ഇത് രണ്ടും കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ. സാധാരണ തെർമോമീറ്റർ അതെന്ത്? താപനില. ഇവിടെ മാക്സിമം മിനിമം ആണെങ്കിൽ ഒരു ഭാഗത്ത് മാക്സിമം കണ്ടെത്തുന്നു, ഒരു ഭാഗത്ത് മിനിമം കണ്ടെത്തുന്നു. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. കിട്ടിയല്ലോ? അപ്പൊ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന രീതിയിലുള്ള കാര്യമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഓക്കെ, ചോദ്യം വരാട്ടോ ഈ ഭാഗത്തുനിന്ന്. ഓക്കെ, ഓർത്ത് വെച്ചോളണേ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യം, എന്താണ് കൂടിയ താപനില, അതേപോലെ തന്നെ എന്താണ് കുറഞ്ഞ താപനില? ആ കാര്യം ഒന്ന് പരിചയപ്പെട്ടാലും. ഓക്കെ, നോക്കിക്കോ. അതായത് മാക്സിമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൂടിയ താപനില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് എ ഡേ എന്ന രീതിയിലാണ് ഏതിനെ മനസ്സിലാക്കി വെക്കേണ്ടത്? കൂടിയ താപനില അല്ലെങ്കിൽ ഹയസ്റ്റ് ടെമ്പറേച്ചർ, മാക്സിമം ടെമ്പറേച്ചർ. ഓക്കെ, അതായത് ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന താപനില. ഇത് കണക്കാക്കുന്ന സമയം എപ്പാന്ന് അറിയാവുന്ന നിങ്ങൾക്ക്? അത് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് കണക്കാക്കുക കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് കണക്കാക്കുക. അതായത് 2 PM കണക്കാക്കുന്നത് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, അതേപോലെ തന്നെ മിനിമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ കുറഞ്ഞ താപനില എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില കേട്ടോ. ഓക്കെ, കുറഞ്ഞ താപനില എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് അത് ഏത് സമയത്തെ കണക്കാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജസ്റ്റ് ബിഫോർ സൺറൈസ്, അതായത് സൂര്യോദയത്തിന് തൊട്ട് മുമ്പെയാണ് നമ്മൾ ഏത് കണക്കാക്കുക? കുറഞ്ഞ താപനില. അപ്പൊ കൂടിയ താപനില എപ്പോഴാണ് കണക്കാക്കുന്നത്? ഉച്ചയ്ക്ക് 2 മണിക്ക്. ഓക്കെ, കുറഞ്ഞ താപനിലയോ? കുറഞ്ഞ താപനില സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ജസ്റ്റ് ബിഫോർ സൺറൈസ് എന്ന രീതിയിൽ കാര്യം മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ അല്ലേ ഫാക്ട്? ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം നമുക്ക്. ഓക്കെ, അടുത്ത കാര്യം ദൈനിക താപാന്തരം, ദൈനിക താപശരാശരി എന്ന രീതിയിൽ 2 കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഡൈയൂർണൽ റേഞ്ച് എന്ന രീതിയിൽ ഒരു ഭാഗം പരിചയപ്പെടുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഫാക്ട് അതാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഇങ്ങനെ 2 ഫാക്ടറികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഡൈയൂർണൽ റേഞ്ച് എന്നുള്ള ഫാക്റ്റാണ് ആദ്യം പരിചയപ്പെടുന്നത്. അതായത് ദൈനിക താപാന്തരം. ഓക്കെ, നമുക്ക് ഇതിന്റെ അകത്ത് പേരിന്റെ അകത്ത് കിട്ടേണ്ട കാര്യം ഇതാണ്. ഒരു ദിവസത്തെ ഹയസ്റ്റ് ടെമ്പറേച്ചർ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കൂടിയ താപനില ഉണ്ടാവുമല്ലോ. ഓക്കെ, അതും ലോവസ്റ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ കുറഞ്ഞ താപനില. ഓക്കെ, അത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാകുമല്ലോ. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് ദൈനിക താപാന്തരം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. അതായത് ഒരു ദിവസത്തെ കൂടിയ താപനില എന്ന രീതിയിൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, കുറഞ്ഞ താപനില ആണെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ദൈനിക താപാന്തരം അല്ലെങ്കിൽ ഡൈയൂർണൽ റേഞ്ച് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും നമ്മളെ വ്യത്യാസം കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസും 20 ഡിഗ്രി സെൽഷ്യസും നമ്മളെ വ്യത്യാസം എത്രയാണോ? അത് 10 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ഇതേ ഉള്ളൂ അതിൻ്റെ അത് ചെയ്യേണ്ട കാര്യം. സിമ്പിൾ അല്ലേ?
ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷനൊക്കെ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതായത് ഡയോർണൽ റേഞ്ച് എന്ന് പറയുന്നത് മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ദൈനിക താപാന്തരം ഈക്വൽ ടു കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. ഓക്കെ, ചെയ്തതല്ലേ? കൂടിയ താപനില എത്രയാ? 30. കുറഞ്ഞ താപനില എത്രയാ? 20. വ്യത്യാസം എത്രയാ? 10. അതാണ് എന്ത്? ഡയോർണൽ റേഞ്ച് അല്ലെങ്കിൽ ദൈനിക താപാന്തരം. സിമ്പിൾ ഫാക്ട് അല്ലേ? ഓർത്ത് വെച്ചോളൂ, വിട്ടുകളയരുത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യമായിട്ട് വരാം. സിമ്പിൾ ക്വസ്റ്റ്യനാ, ഒന്നുമില്ല, 2 നമ്പർ നമ്മൾ മൈനസ് ചെയ്താൽ ആൻസർ കിട്ടി. അത്രേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഇതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേറെ സ്വപ്നങ്ങൾ മാത്രം കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. സിമ്പിൾ. നെക്സ്റ്റ് നോക്കി, നമ്മൾ അടുത്ത കാര്യം നോക്കുന്നത് ദൈനിക താപ ശരാശരി. ഓക്കെ, അല്ലെങ്കിൽ ദൈനിക ശരാശരി താപനില, അല്ലെങ്കിൽ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കാര്യമാണ് പരിചയപ്പെടുന്നത്. അതായത് ഒരു ദിവസത്തെ കൂടിയ താപനില ഉണ്ടാവുമല്ലോ, അതേപോലെ തന്നെ കുറഞ്ഞ താപനില ഉണ്ടാവുമല്ലോ, അത് രണ്ടും കൂടി കൂട്ടുക. അതായത് ഹയസ്റ്റ് ടെമ്പറേച്ചറും ലോവസ്റ്റ് ടെമ്പറേച്ചറും കൂട്ടുക, അതിനുശേഷം ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കാം. അതായത് ഹയസ്റ്റ് ടെമ്പറേച്ചർ ഓക്കെ പ്ലസ് ലോവസ്റ്റ് ടെമ്പറേച്ചർ ബൈ 2. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, കൂടിയത് പ്ലസ് കുറഞ്ഞത് ബൈ 2. ഓക്കെ, എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ. കൂടിയ താപനില നമ്മൾ എടുക്കുന്നു 30 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന രീതിയിലെ എക്സാമ്പിൾ. ഓക്കെ, കുറഞ്ഞ താപനിലയാണെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ എങ്ങനെയാ ഡെയിലി മീൻ കണ്ടെത്തുക? അത് ചെയ്യേണ്ടത് കൂടിയത് പ്ലസ് കുറഞ്ഞത് ബൈ 2. ഓക്കെ, അപ്പൊ രണ്ടുകൂടിയും കൂട്ടി എത്രയാ? 20ഉം 30ഉം 20ഉം കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 50 കിട്ടൂല. 50/2 കിട്ടും. 50/2 എന്ന് പറയുന്നത് എത്രയാ? 25 ആണ്. ഈ രീതിയിലാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇക്വേഷൻ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾ ഒക്കെ നിങ്ങൾക്ക് ഒന്ന് സ്വന്തമായി ചെയ്തു നോക്കാം. ഞാൻ എക്സാമ്പിൾ തരട്ടെ. ഓക്കെ, ചെയ്ത് നോക്കിക്കോളണേ. അപ്പൊ ഇത് ഇക്വേഷൻ ഇതാണ്. ദൈനിക താപ ശരാശരി ഈക്വൽ ടു കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ബൈ 2. ഇംഗ്ലീഷിലാണെങ്കിൽ എങ്ങനെ പറയാം? ഡെയിലി മീൻ ഈക്വൽ ടു മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ 2. ഈ രീതിയിൽ ചെയ്തു പോയാൽ മതി. ഓക്കെ, എക്സാമ്പിൾ തരട്ടെ. ഇതാ എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഒരു ദിവസത്തെ കൂടിയ താപനില എന്ന് പറയുന്നത് 40 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, കൂടിയ താപനിലയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പക്ഷെ കുറഞ്ഞ താപനില എന്ന് പറയുന്നത് ഒരു 28 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, കുറഞ്ഞതാണ് 28 ഡിഗ്രി. ഓക്കെ, കൂടിയതാണെങ്കിൽ 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 ആൻസറും ചെയ്യാൻ പറ്റുമോ? അതായത് ഡയോർണൽ ടെമ്പറേച്ചറും അതേപോലെ തന്നെ ഡെയിലി മീൻ ടെമ്പറേച്ചറും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. സിമ്പിൾ അല്ലേ? ചെയ്തൊന്ന് ശീലിച്ചോളൂ കേട്ടോ. ആൻസർ ആയിട്ട് എത്രയാണെന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതി കമന്റ് ചെയ്തുകൊള്ളാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയ 2 ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടു. ഓക്കെ, അടുത്ത കാര്യം ഇതൊന്നും വിട്ടുകളയരുത്. സിമ്പിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒന്നും വിട്ടുകളയരുത്. ഓക്കെ, അടുത്തായിട്ട് സമതാപ രേഖകൾ അല്ലെങ്കിൽ ഐസോതേംസ് എന്നുള്ള ഭാഗമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഓക്കെ, ആ രീതിയിലുള്ള രേഖയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ ഇതിന്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഐസോതേംസ് ആർ ഇമേജിനറി ലൈൻസ് ദാറ്റ് കണക്ട്സ് റീജിയൻസ് വിത്ത് ദ സെയിം ടെമ്പറേച്ചർ. ഓക്കെ, അതായത് ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപ രേഖകൾ. ഇംഗ്ലീഷിൽ എന്ത് പറയാം? ഐസോതേംസ്. ഓക്കെ, എങ്ങനെയുള്ളതാണത്? സെയിം ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, ഒരേ താപനിലയുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അതിനാണ് എന്ത് വിളിക്കുന്നത്? ഐസോതേംസ് എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ഫാക്ട് അല്ലടോ. ഓക്കെ, ഓർത്ത് വെച്ചുകൊള്ള വിട്ടുകളയരുത്. ഇതാ കണ്ടില്ലേ, ഈ പിക്ചറിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാ 25 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സ്ഥലം. ഓക്കെ, അതേപോലെ തന്നെ അത് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു രേഖ ഇവിടെ കാണാം. കണ്ടില്ലേ, ഇതിലൂടെ ഇങ്ങനെ രേഖ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് എന്ത്? ഒരു ഐസോതേംസ് അല്ലെങ്കിൽ സമതാപ മേഖല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഭൂപടത്തുന്ന അത്രയുള്ള രേഖകളൊക്കെയല്ലോ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിക്ചർ അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. പാഠപുസ്തകത്തിൽ അതേ പിക്ചർ തന്നെ, വേറെ പിക്ചർ ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ ആ പിക്ചറൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ് സമതാപ മേഖല എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞു പോയിരിക്കുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യത്തിലേക്ക് അടുക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബാരോമീറ്റർ. ഓക്കെ, ബാരോമീറ്റർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ബാരോമീറ്റർ തന്നെയാണ് ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ചോദിക്കാം.
ഓർത്ത് വെച്ചോളാ, അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, ഇത് കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത് ബാരോമീറ്റർ. ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പിക്ചർ ഒക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ നിങ്ങളോട് എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അതായത് ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രഷർ എയർ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ആ രീതിയിലുള്ള ഒരു ഭാരത്തിന്റെ പേരാണെന്ത്, അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ചെലുത്തുന്ന സമയത്ത് നമ്മളെ ബാരോമീറ്ററിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഏത് കണക്കാക്കുന്നത്, അന്തരീക്ഷ മർദ്ദം കണക്കാക്കുന്നത്. സിമ്പിൾ ആണ് ഈ മെഷീന്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം കണക്കാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണയായിട്ട് ഒരു യൂണിറ്റ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഒരു യൂണിറ്റ് അല്ല, 2 യൂണിറ്റിന്റെ പേര് മനസ്സിലാക്കി വെക്കുക. ഒന്ന് മില്ലി ബാർ, ഷോർട്ട് ആക്കിയിട്ട് MB എന്ന് എഴുതാം. അതേപോലെ തന്നെ അടുത്തൊരു യൂണിറ്റ് ഹെക്ടോ പാസ്കൽ, അത് ഷോർട്ട് ആക്കിയിട്ട് HP എന്ന് എഴുതാം. അങ്ങനെ 2 യൂണിറ്റുകളാണ് അന്തരീക്ഷ മർദ്ദം കണക്കാക്കുന്ന യൂണിറ്റുകൾ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണക്കാക്കുന്ന 2 യൂണിറ്റുകൾ ഏതൊക്കെയാ, മില്ലി ബാറും ഹെക്ടോ പാസ്കലും. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കുക, നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന ഒരു ശരാശരി പ്രഷർ ഉണ്ടാവൂലേ, ശരാശരി അന്തരീക്ഷ മർദ്ദം ഉണ്ടാവില്ലേ, ആ നമ്പർ എത്രയാന്ന് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് 1013.2 മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. ഓക്കെ, ഈ രീതിയിലാണ് ശരാശരി അന്തരീക്ഷ മർദ്ദം ഉണ്ടാവട്ടോ. ഓക്കെ, പിന്നെ അടുത്തായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഈ ബാരോമീറ്റർ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കാറ്റടിക്ക് എങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതായത് ഈ ബാരോമീറ്ററിലെ രസമാണ് നിറച്ചിരിക്കുന്ന ദ്രാവകം കേട്ടോ. ഓക്കെ, ആ രസം നിറച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ മെർക്കുറി അല്ലെ, ആ മെർക്കുറി നിറച്ചിരിക്കുമ്പോൾ മെർക്കുറി പെട്ടെന്ന് താഴുന്ന സമയത്ത് അന്തരീക്ഷ മർദ്ദം കുറയുകയാണ്, അറ്റ്മോസ്ഫിയർ പ്രഷർ ലോ ആകുകയാണ്, ആ സമയത്ത് അങ്ങോട്ടേക്ക് കാറ്റ് വീശും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബാരോമീറ്ററിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെതർ ഫോർകാസ്റ്റിങ്ങിനാണ്. ഓക്കെ, കാറ്റുണ്ടാവോ, കാറ്റില്ലാത്ത അവസ്ഥയാണോ, ഓക്കെ, അന്തരീക്ഷത്തിലെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ കാലാവസ്ഥ പ്രവചനം അല്ലെങ്കിൽ വെതർ ഫോർകാസ്റ്റിംഗ്, ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ബാരോമീറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കി വേണ്ട മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാന്ന് കിട്ടിയല്ലോ. അതായത് ഏകകം അല്ലെങ്കിൽ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടിക്കൊള്ളണം, മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇതാണ്, ശരാശരി അന്തരീക്ഷ മർദ്ദം പറഞ്ഞിട്ടുണ്ട്, അത് 1013.2 മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ ആണ്. വിട്ടുകളയരുത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓർത്ത് വെച്ചുള്ള ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നിങ്ങൾക്ക് പരീക്ഷയിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു മാർക്കിനൊക്കെ ഇതിൻ്റെ അകത്തുള്ള ഭാഗങ്ങൾ പലതും എടുത്ത് ചോദിക്കാറുണ്ട് പരീക്ഷയിൽ. ഓക്കെ, ഓർത്ത് വെക്കുക, കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പഠിച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യത്തിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയുള്ള മറ്റൊരു രേഖയാണ് സമമർദ്ദ മേഖലകൾ കേട്ടോ. ഓക്കെ, സമതാപ മേഖല പറഞ്ഞു, ഇവിടെ സമമർദ്ദ മേഖല, ഐസോതേംസ്, ഇവിടെ ഐസോബാർസ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഐസോബാർസ് അല്ലെങ്കിൽ സമമർദ്ദ മേഖല? ഓക്കെ, നോക്കാം നമുക്ക്. അതായത് ഐസോബാർസ് ആർ ഇമാജിനറി ലൈൻസ് ആണ്, രണ്ടും ഇമാജിനറി ലൈൻസ് തന്നെയാണ് അല്ലെ. ഓക്കെ, ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്, ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള പ്രദേശങ്ങളില്ലേ, സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇല്ലേ, ഓക്കെ, ആ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖകളെയാണ് എന്ത് വിളിക്കേണ്ടത്, ഐസോബാർസ് എന്ന് വിളിക്കേണ്ടത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരേ അന്തരീക്ഷ മർദ്ദം ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഇത് ഐസോബാർസ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാ ഈ പിക്ചറിൽ കാണാമല്ലോ, ഇതാ ഇവിടെയുള്ള അന്തരീക്ഷ മർദ്ദം 1015 ഒക്കെയാണ്, അവിടെയുള്ള സ്ഥലങ്ങളെ തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിച്ച് ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതൊരു ഐസോബാർ ആണ്. ഓക്കെ, അപ്പോൾ സെയിം അറ്റ്മോസ്ഫിയർ പ്രഷറുള്ള സ്ഥലങ്ങളെ തമ്മിൽ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഓക്കെ, ആ രീതിയിലുള്ള ഇമാജിനറി ലൈൻ ആണ്, സാങ്കല്പിക രേഖയാണ് ഏത്, സമമർദ്ദ മേഖലകൾ അല്ലെങ്കിൽ ഐസോബാർസ്. കിട്ടിയോ? ഓക്കെ, പിന്നെ അടുത്തായിട്ട് കുറച്ച് ഫാക്ട്സ് എന്ന് മനസ്സിലാക്കി വെച്ചോളണം. അതായത് when isobars are close together, ഓക്കെ, അടുത്തടുത്ത് വരികയാണെങ്കിൽ, സമമർദ്ദ മേഖലകൾ അടുത്തടുത്ത് കിടക്കുകയാണെങ്കിൽ ആ സമയത്ത് മനസ്സിലാക്കി വെച്ചോളണം, പ്രഷർ ഡിഫറൻസ് അവിടെ കുറേ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചോളാം. അതായത് മർദ്ദ വ്യത്യാസം വളരെ ഉണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് അകലം കുറവാകുന്ന സമയത്ത്, ഓക്കെ, അകലം കുറവാകുന്ന സമയത്ത് അവിടെ മർദ്ദ വ്യത്യാസം കുറവാണെന്ന് മനസ്സിലാക്കി വെക്കുക.
അകലം സമ്മർദ്ദ മേഖല അടുത്ത് കിടക്കുകയാണെങ്കിൽ മർദ്ദ വ്യത്യാസം കൂടുതലാണ്. അതേപോലെ തന്നെ അകലെയാണെങ്കിൽ ആ സമയത്ത് ഓക്കെ ഫാർ അപ്പാർട്ട് ആണെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം, സ്മോളർ ആണ്, അത് സ്മോളർ ചേഞ്ചസ് ആണ് ഉണ്ടാകുക എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട 2 ലെറ്റേഴ്സ് ആണ്, ഒന്ന് എച്ച് എന്നുള്ള ലെറ്റേഴ്സും അടുത്ത് എൽ എന്നുള്ള ലെറ്റേഴ്സും. അതായത് കൂടിയ മർദ്ദമാണെങ്കിൽ ഹൈ പ്രഷർ ആണെങ്കിൽ നമ്മൾ അത് എച്ച് എന്നുള്ള ലെറ്റർ ഉണ്ട്. ഓക്കെ, കുറഞ്ഞ മർദ്ദം ലോ പ്രഷർ ആണെങ്കിൽ താഴ്ന്ന മർദ്ദ മേഖലയാണെങ്കിൽ എൽ എന്നുള്ള ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഓർത്ത് വെച്ചുകൊണ്ട് ആ 2 ലെറ്റർ ആണ് നമ്മൾ ഹൈ പ്രഷർ സോണും ലോ പ്രഷർ സോണും കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ചിത്രത്തിൽ കാണാലോ നിങ്ങൾക്ക് എച്ച് എന്നും എൽ എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാണാലോ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈ കൂടുതൽ, ഓക്കെ ഉയർന്ന മർദ്ദ മേഖല, ഉച്ചമർദ്ദ മേഖല എന്ന രീതി പറയാം. ഓക്കെ, നെക്സ്റ്റ് കുറവാണെങ്കിൽ എന്ത് പറയാം, ലോ പ്രഷർ ബെൽറ്റ്, ഓക്കെ നീചമർദ്ദ മേഖല അല്ലെങ്കിൽ ലഘുമർദ്ദ മേഖല എന്ന രീതിയിലൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെയാണ് അതിന്റെ പേരുകൾ, ഓർത്ത് വെച്ചോളേ. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. ആ ഭാഗം ഇതാണ്, ആഗോള മർദ്ദ മേഖലകൾ. സ്ഥിരമായിട്ട് ഒരു SC ആയിട്ടെല്ലാം ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് ആഗോള മർദ്ദ മേഖലകൾ അല്ലെങ്കിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഓക്കെ, സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ വർഷം മുഴുവൻ ഒരേപോലെ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, അതായത് പ്രഷർ ഒരേപോലെയുള്ള സ്ഥലങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടയാളപ്പെടുത്തി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രദേശം കേട്ടോ നമ്മളെ ഇക്വേറ്റർ എന്ന് പറയുന്ന പ്രദേശം, ഭൂമധ്യരേഖാ പ്രദേശം. ഓക്കെ, അവിടെ വർഷം മുഴുവൻ നല്ല ചൂട് കിട്ടുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, നമ്മുടെ ഭൂമിയിൽ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമില്ലേ, ആ മേഖലയാണ് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. എന്താണ് ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. കണ്ടില്ലേ, ഇതാ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം, ഇക്വേറ്ററിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം, അതിനാണ് എന്ത് പറയുന്നത്, ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഓക്കെ, ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാ ഈ ഭാഗമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോട്ട് എയർ റൈസസ്, ചൂടുള്ള വായു മുകളിലോട്ട് ഉയരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് രൂപം കൊള്ളുന്നു, അവിടെ ലോ പ്രഷർ രൂപം കൊള്ളുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളണം, കിട്ടൂല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത മേഖല കണ്ടില്ലേ, 2 അർദ്ധഗോളത്തിലും സെയിം പേരാണ്. 2 അർദ്ധഗോളത്തിലും 30 ഡിഗ്രി നോർത്ത് ആണെങ്കിലും 30 ഡിഗ്രി സൗത്ത് ആണെങ്കിലും സെയിം പേര് തന്നെയാണ്. അതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഓക്കെ, അപ്പൊ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഏത് ഡിഗ്രിയിലാ, 30 ഡിഗ്രി നോർത്തിലും 30 ഡിഗ്രി സൗത്തിലും 30 ഡിഗ്രി വടക്കിലും 30 ഡിഗ്രി തെക്കിലും അനുഭവപ്പെടുന്ന മർദ്ദ മേഖലയാണ് ഏത്, അതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് കേട്ടോ. കിട്ടിക്കോളണേ. അപ്പൊ അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, മുകളിലോട്ട് ഉയർന്നിട്ടുള്ള വായുവില്ലേ, നേരത്തെ മുകളിലോട്ട് ഉയർന്നിട്ടില്ലേ, അത് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, മർദ്ദം കൂടുന്നത്. ഓക്കെ, അതായത് റൈസിങ് എയർ കൂൾസ് ആൻഡ് ഡിസെൻസ് ക്രിയേറ്റിംഗ് ഹൈ പ്രഷർ, അങ്ങനെയാണ് അവിടെ രൂപം കൊള്ളുന്നത്. അങ്ങനെ ഒരു മർദ്ദ മേഖല കേട്ടോ, അങ്ങനെയാണ് അവിടെ ഒരു പ്രഷർ ബെൽറ്റ് രൂപം കൊള്ളുന്നത്. കിട്ടിയ മക്കളെ? ഓക്കെ, അടുത്ത കാര്യം ഇതാണ്. നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ഭാഗം കാണാം, 60 ഡിഗ്രി നോർത്ത്, 60 ഡിഗ്രി നോർത്തും 60 ഡിഗ്രി സൗത്തിലും. ഓക്കെ, 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്കിൽ കാണുന്ന ആ മേഖലേന്റെ പേര് ഇത് കണ്ടോ, സെയിം ആണ്. ആ മേഖലേന്റെ പേരാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. എന്താണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിലാണെങ്കിൽ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. എന്താണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന പേര്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, 60 ഡിഗ്രി നോർത്തിലും സൗത്തിലും. ഓക്കെ, അതായത് അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, അവിടെ ലോ പ്രഷർ ആണല്ലോ. ഓക്കെ, ലോ പ്രഷർ ആണ്. അപ്പൊ കിട്ടേണ്ട കാര്യം ഇതാണ്, ഉഷ്ണമേഖലാ വായുവും ധ്രുവീയവും വായുവും കൂടിച്ചേരുന്ന സ്ഥലമാണ്. അതായത് കൂൾ പോളാർ എയർ മീൻസ് വാം ട്രോപ്പിക്കൽ എയർ എന്ന രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത്. കിട്ടിയോ മക്കളെ? കിട്ടിയോ? സിമ്പിൾ അല്ലേ? ഓക്കെ, സിമ്പിൾ ആണ്. ആ മേഖല ഒന്ന് മനസ്സിലാക്കി വെച്ചോളണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ഭാഗം മനസ്സിലാക്കി വെച്ചോളണം, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഓക്കെ, ഇത് കണ്ടില്ലേ, ധ്രുവങ്ങളിൽ അല്ലെങ്കിൽ പോൾസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചിത്രത്തിൽ 90 ഡിഗ്രി വടക്കിലും 90 ഡിഗ്രി തെക്കിലും ആ മേഖലേന്റെ പേരാണെന്ത്, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. സെയിം ആണ് പേര്. ഓക്കെ, ഇംഗ്ലീഷിൽ എന്ത് പറയാം, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയാം.
ഓക്കെ, അതായത് മനസ്സിലാക്കി വെക്കേണ്ടത് വെരി കൂൾ എയർ ആണ് അവിടെ ഉണ്ടാവുക, തണുത്ത പ്രദേശമല്ലേ. അവിടെ എന്ത് ചെയ്യുന്നു, അത് കോൺട്രാക്ട് ചെയ്യുന്നു, അതിനുശേഷം ഡിസെൻഡ് ചെയ്യുന്നു, അതിനുശേഷം ക്രിയേറ്റിംഗ് ഹൈ പ്രഷർ, അതായത് അത് ശീതളമായ വായു സങ്കോചിച്ച് താഴേക്ക് ഇറങ്ങുന്നതിനാൽ ഉയർന്ന മർദ്ദം അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആഗോള മർദ്ദ മേഖലകൾ അല്ലെങ്കിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. നിങ്ങളിവിടെ കിട്ടേണ്ട കാര്യം, ഇവിടെ നല്ല ചൂടല്ലേ മക്കളെ, 0 ഡിഗ്രി നല്ല ചൂടല്ലേ, ചൂട് കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യും, മർദ്ദം കുറയുമെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്നാൽ ശരി, എന്ത് ചെയ്യുക, നിങ്ങൾ 30 ഡിഗ്രിയിൽ പ്ലസ് ഇട്ട് പോവുക, അതൊരു ഹൈ പ്രഷർ സോൺ ആണ്. ഓക്കെ, 60 ഡിഗ്രിയിൽ മൈനസ് ഇട്ട് പോവുക, രണ്ടിടത്തിൽ മൈനസ്, ലോ പ്രഷർ സോൺ ആണ്, ന്യൂനമർദ്ദമാണ്. ഓക്കെ, നെക്സ്റ്റ് 90 ഡിഗ്രിയിൽ പ്ലസ് ആണ് ഇടേണ്ടത് അല്ല. അപ്പൊ ഇവിടെ ഒന്നിടവിട്ടിട്ട് നിങ്ങൾ പ്ലസ് മൈനസ് ഇട്ട് പോയാൽ മതി, അങ്ങനെയല്ലേ പേര് വരുന്നത്. നോക്കി നിങ്ങൾ, ഒന്ന് ന്യൂനമർദ്ദ മേഖല, അടുത്തത് ഉച്ചമർദ്ദ മേഖല, അടുത്തായിട്ട് ന്യൂനമർദ്ദ മേഖല, അടുത്തായിട്ട് ഉച്ചമർദ്ദ മേഖല. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെ, ആദ്യം ന്യൂനമർദ്ദ മേഖല, പിന്നെ ഉച്ചമർദ്ദ മേഖല, പിന്നെ ന്യൂനമർദ്ദ മേഖല, പിന്നെ ഉച്ചമർദ്ദ മേഖല, അങ്ങനെ ഒന്നര വിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് പോയാൽ മതി. അപ്പൊ എവിടെയാണ് ആദ്യം കണക്ട് ചെയ്യേണ്ടത്, ആദ്യം 0 ഡിഗ്രിയിൽ ന്യൂനാണ്, ഓക്കെ, ലോ പ്രഷറാണ്, അവിടെ നിന്ന് മേലോട്ടും താഴോട്ടും നിങ്ങൾ കൊണ്ടുപോയാൽ മതി. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടിക്കോളും, നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പൊ ഇവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഈ മേഖല ആദ്യം ഫോക്കസ് ചെയ്യുക. പേരുകളൊന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇംഗ്ലീഷിലാണെങ്കിലോ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഓക്കെ, നെക്സ്റ്റ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആഗോള മർദ്ദ മേഖലകൾ. എന്തുകൊണ്ടാണ് മർദ്ദ മേഖല എന്ന് വിളിക്കാൻ കാരണം, അല്ലെങ്കിൽ പ്രഷർ ബെൽറ്റ് എന്ന് വിളിക്കാൻ കാരണം, ഇവിടെ മർദ്ദങ്ങൾ സെയിം ആണ്. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. ക്ലിയർ ആണോ? ഓക്കെ, സിമ്പിൾ അല്ലേ? ഓർത്ത് വെച്ചോളെ, ഒരു എസ്സേക്കെല്ലാം വരുന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇത്രയും സമയം എടുത്തുകൊണ്ട് ഞാൻ അത്രത്തോളം ഫോക്കസ് ചെയ്തിട്ടുണ്ട് പറയാൻ തന്നെ കാരണം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യത്തിലേക്ക് പോവാം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന സമയത്താണ് അന്തരീക്ഷ മർദ്ദം പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കാറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം അന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുന്നു. ജസ്റ്റ് ഈ കാര്യം എന്തായാലും പേര് കൊടുത്തോളണം. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെച്ചോളണം. അതായത് കാറ്റുകൾക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, സിമ്പിൾ ആയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കാറ്റ് എവിടെ നിന്നാണോ വീശുന്നത്, ഓക്കെ, എന്നതനുസരിച്ചാണ് പേര് നൽകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് മനസ്സിലാക്കി വെക്കുക, winds are named based on the direction when they come from. ഓക്കെ, ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, എവിടെ നിന്നാണോ വരുന്നത് അതിനനുസരിച്ചാണ് പേര് കൊടുത്തേക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഇവിടെ കാണുന്നത് കടൽക്കാറ്റ് അല്ലെങ്കിൽ സീ ബ്രീസ്. അപ്പൊ എന്തായിരിക്കും അങ്ങനെ പേര് കൊടുക്കാൻ കാരണം? എൻ്റെ പേര് അങ്ങനെ കൊടുക്കാൻ കാരണം അത് കടലിൽ നിന്ന് വീശുന്ന കാറ്റാണ്, അതുകൊണ്ടാണ് അങ്ങനെ പേര് കൊടുക്കാൻ കാരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ലാൻഡ് ബ്രീസ് അല്ലെങ്കിൽ കരക്കാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റൂലേ? അതാണ് കരയിൽ നിന്ന് വീശുന്ന കാറ്റായത് കൊണ്ട് തന്നെ വിളിക്കുന്ന പേര് കരക്കാറ്റ്. അത്രയേ ഉള്ളൂ അതിൻ്റെ അതുള്ള കാര്യം. ഓക്കെ, ഇതേപോലെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ തരുന്നു, തെക്കൻ കാറ്റ്. ഓക്കെ, തെക്കൻ കാറ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായിരിക്കും കാര്യം? തെക്കുന്ന് വരുന്ന കാറ്റാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, അതായത് കോഴിക്കോടൻ കാറ്റ് എന്ന് പറയാം. അപ്പൊ മനസ്സിലാക്കി വെച്ചോളണം, ആ കാറ്റ് വീശുന്ന കോഴിക്കോട് നിന്നാണ് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അപ്പൊ എവിടെ നിന്നാണ് കാറ്റ് വീശുന്നത് അതിനനുസരിച്ച് പേര്. അതാണ് നിങ്ങൾ ഏറ്റവും ബേസ് ആയിട്ട് കാറ്റ് എന്നുള്ള ടോപ്പിക്ക് പഠിക്കേണ്ടത്. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടു പോകുന്നത്. അതായത് 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ജോഗ്രഫി പഠിക്കാനുള്ള അന്തരീക്ഷ മർദ്ദം, താപനില, ഇതുവരെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം മെയിനായിട്ട് ചർച്ച ചെയ്ത് പോയിട്ടുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഒരു വീഡിയോയിലും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഭാഗങ്ങൾ പരിചയപ്പെട്ടു പോകാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഓക്കെ, ഒന്ന് മാക്സിമം മിനിമം തെർമോമീറ്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും, അതായത്
ഹയസ്റ്റും ലോവസ്റ്റും ടെമ്പറേച്ചർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് മാക്സിമം മിനിമം തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത് മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും എപ്പോഴാണ് കണക്കാക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. എന്താന്ന് പറഞ്ഞു, കൂടിയ താപനില കുറഞ്ഞ താപനില ഇതൊക്കെ എന്താന്ന് പറഞ്ഞു. ഓക്കെ, ഓർത്തോളണേ. നെക്സ്റ്റ് അടുത്ത കാര്യം, ഇനി ദൈനിക താപാന്തരവും ദൈനിക താപ ശരാശരിയും കണ്ടെത്തുക എങ്ങനെയാന്ന് പറഞ്ഞു. ഡൈയൂറിനൽ റേഞ്ച് എങ്ങനെയാ കണ്ടെത്തുകയാണ്, അതേപോലെ തന്നെ ഡെയിലി മീൻ ടെമ്പറേച്ചർ എങ്ങനെയാ കണ്ടെത്തുക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. വിട്ടുപോകരുത്. അതിന് എക്സാമ്പിളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് അതൊക്കെ ആലോചിച്ച് വെച്ചോളാം. അടുത്ത കാര്യം പറഞ്ഞേക്കുന്നത് സമതാപരേഖകൾ അല്ലെങ്കിൽ ഐസോതേംസ് എന്നുള്ള കാര്യം പരിചയപ്പെട്ടിട്ടുണ്ട്. എന്താണെന്നെല്ലാം കിട്ടിയല്ലോ. ഓക്കെ, അതേപോലെ തന്നെ പരിചയപ്പെട്ട കാര്യം ബാരോമീറ്റർ എന്തിനു വേണ്ടിയിട്ട്, അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഏകകം, അതേപോലെ തന്നെ ശരാശരി മർദ്ദം എത്രയാണ്, ആവറേജ് അറ്റ്മോസ്ഫിയർ പ്രഷർ എത്രയാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, ഓർത്ത് വെച്ചോളണം. ഓക്കെ, പിന്നെ അടുത്തായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, സമമർദ്ദ മേഖലകളാണ് ഐസോബാർസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓർക്കണേ, മാറരുത്. എച്ചും എല്ലും എന്നുള്ള ലെറ്റർ ഒക്കെ ഒന്ന് ആലോചിച്ച് വെച്ചോളണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്, രസയൊക്കെ വരുന്ന ടോപ്പിക്കാണ് ഏത്, നമ്മുടെ ആഗോള മർദ്ദ മേഖലകൾ അല്ലെങ്കിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, പിന്നെ അടുത്തായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്, കാറ്റുകളുടെ പേര് എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ടൊക്കെ എഴുതി സൂക്ഷിച്ചുള്ള എക്സാമിന് വരുന്ന കാര്യങ്ങളാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്കാണ് എടുത്തു പോകുന്നത്. കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക്